ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ഹിസാന. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി ബ്ലോഗിനെയൊക്കെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ അതിന് കുറേ കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, +1 സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാവോ, +1 പുതുതായിട്ട് വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നൊക്കെ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത്, നിങ്ങളെല്ലാവരും 10th പഠിച്ച രീതിയിലായിരിക്കും. ഇപ്പോൾ +1 സയൻസ് ഒക്കെ എടുത്തവർക്ക് അറിയാം, നമ്മൾ 10th നിന്ന് ഭയങ്കര വ്യത്യാസമാണ്. നമ്മൾ കാണാത്ത കുറേ ചാപ്റ്റേഴ്സ്, കേട്ടിട്ടില്ലാത്ത കുറേ വാക്കുകൾ, അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ 10 വരെ ബയോളജിയൊക്കെ ഒറ്റ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ട് ഇപ്പോൾ രണ്ടായിട്ട് പഠിക്കുന്നത്, രണ്ടിലും ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പോൾ പഠിക്കാൻ കയറിയവർക്ക് അറിയായിരിക്കും നല്ല പാടാണ്, ആദ്യമൊക്കെ കുറച്ച് ടഫായിരിക്കും, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരാളാണ്, എക്സാം എങ്ങനെ ആയിരിക്കും, ഫൈനൽ എക്സാമിന് എളുപ്പമാണോ, അങ്ങനെയൊക്കെ അറിയാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്നാൽ കഴിയുന്ന വിധം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ +1 ആയാലും +2 ആയാലും സമയം കളയാതിരിക്കുക. കാരണം നമ്മളൊക്കെ 10ൽ പഠിച്ചൊരു രീതി വെച്ചിട്ട് ഞാനായാലും ഇപ്പോൾ ആരായാലും കുറച്ച് നോട്ടല്ലേ ഇപ്പോൾ ഉള്ളൂ, ഇത്തിരി കൂടെ ചേർത്ത് നാളെ പഠിക്കാം, മറ്റന്നാൾ പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെച്ച് പ്രത്യേകിച്ച് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് അത് കുന്നുകൂടി കണക്ക് ആയിപ്പോവും. പിന്നെ ലാസ്റ്റ് നമുക്ക് എങ്ങനെ എവിടെ നിന്നൊക്കെ തുടങ്ങുമെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഉള്ളതെല്ലാം ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും. ഞാൻ കുറച്ചൊക്കെ +1 പാതിയൊക്കെ അങ്ങനെ ആയിരുന്നു, എല്ലാം പിന്നെ എന്ന് പറഞ്ഞ് വെച്ചു. പിന്നെ ഒരു ഓണം എക്സാം ഒക്കെ കഴിഞ്ഞ് ക്രിസ്മസിൻ്റെ ടൈമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഇത് കൈ നിൽക്കത്തില്ലെന്ന് മനസ്സിലായി. പിന്നെ എല്ലാം അപ്പോൾ ഉള്ളത് അപ്പോൾ ചെയ്ത് തീർക്കാൻ ഞാൻ കഴിവതും നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് +1 എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് ഒരുപാട് പേര് +1 മാർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് +1 520-ന് 511 മാർക്കാണെന്ന് ഉണ്ടായിരുന്നത്. ബാക്കി 9 മാർക്ക് പോയത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതേപോലുള്ള മടിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യണം, മാക്സിമം നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യാതെ പഠിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അസൈൻമെൻറ്റുകളൊക്കെ തരികയാണെങ്കിൽ അത് എഴുതി തീർക്കാൻ നോക്കുക. പിന്നെ NSS, SPC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ നിങ്ങൾ ആ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലും ഒന്ന് ക്യാച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ ട്യൂഷൻ ക്ലാസ് ആയാലും ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നായാലും, അല്ല നിങ്ങൾ യൂട്യൂബ് ക്ലാസ്സസ് ആണ് ബേസ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിലും നിങ്ങൾ ക്ലാസ്സസ് എല്ലാം ഒന്ന് തിരിച്ച് ക്യാച്ച് ചെയ്യാൻ നോക്കുക. അതിൻ്റെ നോട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുക. കാരണം +2 എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ടോട്ടൽ 1200 മാർക്കാണ്. അപ്പോൾ +1 അതിൽ 520, +2 580, അല്ല 680 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ +1 കുറച്ചൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് നടന്നിട്ട് +2 നമുക്കെല്ലാം പഠിച്ച് സെറ്റ് ആവാം, അതാണ് മെയിൻ ഇയർ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർ ഉണ്ടാവാം. അത് വിചാരിച്ചിരിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റുണ്ട്. ബിക്കോസ് നമുക്ക് +1 എന്ന് പറയുന്നത്, +1 മാർക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പാണ്, +2 ഒരു സ്റ്റെപ്പാണ്. കാരണം നമ്മൾ +2 മാത്രം പഠിച്ചപ്പോൾ +2 ഫുൾ വിഷയം പഠിച്ച് അതിൽ 680-ന് 680 ലാബിനും തിയറിക്കും എല്ലാം 680-ന് 650 മാർക്കും വാങ്ങിച്ച് ഇരുന്നാലും നമുക്ക് എന്താണ് 1200-ന് 680 മാർക്കേ കാണത്തുള്ളൂ. അപ്പോൾ അതിൽ എന്തെങ്കിലും കൂടെയൊക്കെ വേണമെങ്കിൽ നമ്മൾ +1 കൂടെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു 90% എബോവ് ഒക്കെ ടോട്ടൽ മാർക്കിന് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും +1 വേണം ആദ്യമേ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് വന്നാലേ നമുക്ക് +2. അതുപോലെ തന്നെ മാത്സ് ഒക്കെ ആവട്ടെ, +1 കുറേ കാര്യങ്ങൾ ബേസ് ചെയ്താണ് +2 മാത്സ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും +1 നല്ല രീതിക്ക് ശ്രദ്ധിച്ച് പഠിച്ചാലേ +2 നല്ല സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും നിങ്ങളുടെ മൈൻഡിലൊന്ന് വെച്ചേക്കുക. ഇതിപ്പോൾ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇനി ക്രിസ്മസ് എക്സാം തൊട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. പഠിക്കാനുള്ള ടിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് 6 സബ്ബുകളല്ലേ വരുന്നത്. അപ്പോൾ ആ 6 സബ്ബിൽ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ച് തുടങ്ങിയപ്പോൾ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു പിടുത്തം ഉണ്ടാവുമല്ലോ, ഏത് സബ്ജക്റ്റിലാണ് എനിക്ക് ഇത്തിരിയെങ്കിലും നല്ല രീതിയിൽ അറിയുന്ന ഒരു സബ്ബ് ഏതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്, എനിക്കിപ്പോൾ കെമിസ്ട്രി അത്യാവശ്യം കുഴപ്പമില്ല അറിയാമെന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു സബ്ബ് നിങ്ങൾ കുറച്ച് നേരം പഠിച്ചാൽ മതി, ഇപ്പോൾ കുറച്ച് നേരം പഠിച്ചാൽ മതി. ഇനി അറിയാത്ത സബ്ബുകളുണ്ട്, നിങ്ങൾക്കിപ്പോൾ മാത്സ് തീരെ അറിയത്തില്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ മാത്സ് കുറച്ച് അധികം സമയം പഠിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി 6 സബ്ബും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ 6 സബ്ജക്റ്റും നിങ്ങൾ കുറച്ച് സമയം വെച്ച് പഠിക്കേണ്ടി വരും. കാരണം ഇനിയും സമയമുണ്ട്, ഇപ്പോൾ ക്രിസ്മസ് എക്സാം ഒന്നും ആയില്ല, നിങ്ങൾ അതിന് വേണ്ടി പഠിച്ചാലും മതി. ഇനി മോഡൽ എളുപ്പമുണ്ട്, അതുപോലെ തന്നെ ക്രിസ്മസ് പിന്നെ മെയിൻ എക്സാം അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾ പാടുള്ള സബ്ജക്റ്റുകൾ കുറച്ച് അധികം സമയം പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം പറഞ്ഞുതരാം, അതായത് നിങ്ങളിപ്പോൾ SSLC സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ +1 കയറിയത് അല്ലേ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, നോട്ട് നിർബന്ധമാണ്. അതിപ്പോൾ നിങ്ങൾ സ്വന്തമായി എഴുതുന്ന നോട്ടാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നിങ്ങൾ എഴുതുന്ന നോട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. ഇപ്പോൾ അതിൽ കുറേ ഷോർട്ട് കട്ട്സും അതുപോലെ തന്നെ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അടയാളപ്പെടുത്തി വെക്കുന്ന കണക്ക് വേറെ ആർക്കും നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ മനസ്സിലാകും, ഇപ്പോൾ മലയാളത്തിലായിക്കോട്ടെ ഇംഗ്ലീഷിലായിക്കോട്ടെ, പഠിക്കാനായിട്ട് നോട്ട് സ്വന്തമായി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു ടൈം ടേബിൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ഒരു ടൈം ടേബിൾ, അതായത് ഒരു ദിവസം ഇപ്പം നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ദിവസം ഇപ്പം നിങ്ങൾ അന്നെന്നുള്ളത് അന്ന് രാവിലെ സെറ്റ് ചെയ്താലും മതി ടൈം ടേബിൾ. ഇന്ന് വീട്ടിൽ വന്നിട്ട് ഇത്ര നേരം എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ, കുളി നനയിൽ അങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവുന്നത് തൊട്ട് എത്ര നേരം വരെ ഇയാൾക്ക് മാക്സിമം ഇരിക്കാൻ പറ്റും എന്ന് ഇയാളൊന്ന് ചിന്തിക്കുക. അതിനുശേഷം ആ ഒരു സമയത്തിനുള്ളിൽ ഏതൊക്കെ ചാപ്റ്റർ കവർ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പഠിക്കാൻ നല്ല രസമാണ്. നമുക്ക് മനസ്സിലാവാത്തൊരു പോർഷൻ വരുമ്പോൾ മാത്രമേ നമുക്ക് അയ്യോ ഇത് കൊള്ളത്തില്ല എന്ന് തോന്നത്തുള്ളൂ. ആ ഒരു പോർഷൻ വീണ്ടും മാറ്റി നിർത്തിയിട്ട് മനസ്സിലാവുന്ന പോർഷൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ
അതും ഒരു ഗെയിമിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറിക്കോളും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് മനസ്സിനെ ഒന്ന് പറഞ്ഞ് പഠിപ്പിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഇത്ര നേരം തൊട്ട് ഇത്ര നേരം വരെ എനിക്ക് ഒട്ടും അറിയാത്തൊരു ചാപ്റ്റർ ഉണ്ട്, അത് പഠിക്കാം. പിന്നെ കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇപ്പോൾ ഈ കെമിക്കൽ ബോണ്ടിങ് കുറച്ച് ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അത് നമുക്ക് ഒരു അരമണിക്കൂർ പഠിച്ചാൽ മതി. കാരണം അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം പഠിച്ച് തീർക്കാം. അങ്ങനെയുള്ള ഓരോ ടൈം ടേബിളുകൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് ഇപ്പോൾ തോന്നത്തില്ല. ഞാൻ ടൈം ടേബിൾ സെറ്റ് ചെയ്യാതെയാണ് പഠിച്ചത്. അതിൻ്റെ പാട് എനിക്കുണ്ടായിരുന്നു കുറച്ചൊക്കെ. പിന്നെ ആയപ്പോൾ ഞാൻ ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കുമാണ് കുറച്ചൊക്കെ നമുക്കൊരു അടുക്കും ചിട്ടയും പഠിത്തത്തിൻ്റെ കാര്യത്തിനുണ്ടെങ്കിലേ നമ്മളൊന്ന് സെറ്റായി പോകത്തുള്ളൂ. സയൻസുകാരാണെങ്കിൽ ബയോളജിയുടെയൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുന്നത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതൊക്കെ ഒരുപാട് നമുക്ക് വട്ടം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടൈപ്പാണ്. ടെക്സ്റ്റ് ബുക്കുകൾ ഒന്ന് റെഫർ ചെയ്യുന്നത് എല്ലാ സബ്ജക്റ്റിനും നല്ല കാര്യമായിരിക്കും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് സമഗ്ര, അതുപോലെ HSS റിപ്പോർട്ടർ എന്നൊക്കെ പറയുന്ന ഗൂഗിൾ സൈറ്റുകളിൽ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കയറിയിട്ട് അതിനകത്ത് ടെക്സ്റ്റ് ഒക്കെ വായിക്കാവുന്നതാണ്. അപ്പോൾ ഇത് റെഫർ ചെയ്യുന്നതിനുള്ള ഒരു രണ്ട് ഗുണമുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയർ ആവും. നിങ്ങളിപ്പോൾ നീറ്റോ കീമോ ഒക്കെ എഴുതാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും. കാരണം നിങ്ങൾക്ക് ആ എക്സാമിനൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. ഇനി രണ്ടാമത്തെ ഹെൽപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മെയിൻ എക്സാമിന്. കാരണം ഇതിനൊക്കെ ഉള്ള എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ അധികം ടെക്സ്റ്റ് നോക്കാതെ പോയി കഴിഞ്ഞാൽ അതിലുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിളാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾക്ക് അവസാനം അത് അറിയാതായി പോകും. പക്ഷേ ആനിമൽ കിണ്ടത്തുന്ന ഒരുപാട് എക്സാമ്പിൾസ് ഇല്ലേ ഓരോ ഫൈലത്തിനും. അപ്പോൾ അതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ നോട്ടിൽ എഴുതാൻ മറന്നുപോയി, പക്ഷേ ടെക്സ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പിന്നെ തോന്നരുതല്ലോ. അതുകൊണ്ട് നിങ്ങൾ ടെക്സ്റ്റൊക്കെ ഒന്ന് സമയം കിട്ടുമ്പോൾ റെഫർ ചെയ്ത് നോക്കുക. ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതായത് സമയത്ത് കിടന്ന് ഉറങ്ങുക. അതുപോലെ തന്നെ ഒരുപാട് നേരം ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം കഴിവതും എടുക്കാൻ നോക്കുക. പിന്നെ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളൊരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ ഒരു 8 മണിക്കൂർ ഉറക്കം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ശ്രദ്ധിക്കുക. അതായത് ഒരുപാട് ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊന്നും വാരി വലിച്ച് കഴിക്കാതിരിക്കുക. കൂടുതലും തൈര് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പയറ്, കുറച്ച് മീറ്റും കാര്യങ്ങളൊക്കെ കഴിക്കുക. എണ്ണ ഐറ്റംസൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക. അത് എക്സാം ടൈം ആയാലും നിങ്ങളിപ്പോൾ പഠിക്കാൻ നല്ല പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കണമെന്ന് തോന്നുന്നത് നമ്മുടെ ഹെൽത്ത് നല്ലതാണെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റത്തുള്ളൂ. എന്ത് റിവിഷനാണ് നമ്മളിപ്പോൾ ഒരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് അറിയാത്ത ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു എന്ന് മാത്രം ചെയ്താൽ പോരാ. നമ്മൾ അത് നല്ല രീതിക്ക് റിവിഷൻ ചെയ്യണം. റിവിഷൻ എന്ന് പറയുമ്പോൾ ഇത് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണ്. റിവിഷൻ ചെയ്താലേ നമുക്ക് എല്ലാവരും എൻ്റെ അടുത്ത് കുറേ പേര് എന്നെ കാണുമ്പോഴും പിന്നെ കമൻറ്റിലൊക്കെ പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് പഠിച്ചത് മറന്നു പോകുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, മറന്നു പോകാതിരിക്കാനുള്ള ആകെ ഉള്ളൊരു വഴി റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. റിവിഷൻ ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും പഠിച്ചത് തന്നെ ഒന്നേന്ന് പഠിക്കുക എന്നല്ല, അതൊന്ന് റീകാൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നിങ്ങൾ നോക്കുന്നതിനെയാണ് റിവിഷൻ എന്ന് പറയുക. ഇതെന്ന് പറയുന്നത് ഞാൻ ഓരോ സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഇപ്പോൾ +1 മാത്സ് എന്ന് പറയുന്നത് 10നേക്കാളൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മാത്സ് ആണ്. അപ്പോൾ അതിനൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ റൈറ്റ് ഹാൻഡ് സ്റ്റഡി മെത്തേഡ് യൂസ് ചെയ്ത് നോക്കുക. കാരണം അതേ ഉള്ളൂ മാത്സ് മെത്തേഡായിട്ട്. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സെറ്റ്, റിലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് +2ലും വരുന്നുണ്ട്. റിലേഷൻസ് ഭയങ്കര ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ +2 നിങ്ങൾക്ക് വരുന്നുണ്ട്. അത് മെയിൻ ചാപ്റ്ററാണ്, നല്ല മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ആ ചാപ്റ്റേഴ്സൊക്കെ ശ്രദ്ധിക്കുക. അത് പ്രോബ്ലംസ് വായിച്ച് പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഏത് സബ്ജക്റ്റിൻ്റെ പ്രോബ്ലംസും ഡെറിവേഷനും ആയാലും നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക. 2 വട്ടോ 3 വട്ടോ എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ലെന്നാണെങ്കിൽ ഒരു 4 5 വട്ടം എഴുതി നോക്കുക. മാത്സിൽ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ കാണാത്ത കുറേ ഇക്വേഷൻസ് അത് മൊത്തം പഠിക്കണം. അതിൽ ഏതൊക്കെ ഇക്വേഷൻസ് ഏതൊക്കെ ക്വസ്റ്റ്യനിൽ ഇടണം എന്നറിയാതെ ഇരിക്കുന്നതാണ് നിങ്ങളെങ്കിൽ അതിനൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് ട്രിഗണോമെട്രി പഠിക്കുക ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഫസ്റ്റ് ഈ റൈറ്റ് ഹാൻഡ് സ്റ്റഡി മെത്തേഡാണ്. അത് ഫോർമുലയും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് പഠിക്കാം. ഓരോരോ ഇക്വേഷൻസ് ഉണ്ടല്ലോ, കാണാൻ പഠിച്ചു വയ്ക്കുന്ന സൈൻ അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഈ റൈറ്റ് ഹാൻഡ് സ്റ്റഡി മെത്തേഡാണ്. പിന്നെ ഉള്ളൊരു ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു ഫോർമുല ഷീറ്റ് നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും ഈ എത്ര ഫോർമുലാസ് ഉണ്ടോ അതൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഇതുണ്ടാവുമല്ലോ. ഇപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായ കാര്യം ഈ ടൈപ്പ് ക്വസ്റ്റ്യനിലാണ് ഇങ്ങനൊരു ഫോർമുല യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വലിയ ചാർട്ട് പേപ്പറിലോ മറ്റോ ട്രിഗണോമെട്രിന്ന് ഹെഡിങ് കൊടുത്തിട്ട് എഴുതി നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെക്കുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും രാവിലെ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ടൈം കിട്ടുമ്പോഴോ ഒക്കെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഓർമ്മ നിൽക്കും. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടിപ്പ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഫിസിക്സിലെ ലോസ് ഓഫ് മോഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾ പണ്ട് പഠിച്ച സംഭവമാണ്. വെലോസിറ്റി, ഫ്രിക്ഷൻ അങ്ങനെയുള്ളതൊക്കെ കുറേ, പിന്നെ അതിനെ പറ്റിയിട്ടുള്ള കുറേ ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ ഒരിക്കലും അത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്, അത് നിങ്ങൾ പഠിക്കാതെ ഒന്നും പൊക്കളയരുത്. ഡൈമെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നിങ്ങൾക്ക് 1 മാർക്ക് ആവട്ടെ 2 മാർക്ക് ആവട്ടെ സബ് ക്വസ്റ്റ്യൻസ്, ഇപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആണ്, അതിൽ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും. അതിൽ 1 മാർക്ക് എന്ന് പോകാൻ ഈ ഡൈമെൻഷൻ തെറ്റിപ്പോയാൽ മതി. അപ്പോൾ ഡൈമെൻഷനും കാര്യമൊക്കെ നിങ്ങളിങ്ങനെ ഒരു പാട്ട് പോലെ പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ വർക്കിൻ്റെത് ഡൈമെൻഷൻ, ML സ്ക്വയർ
അങ്ങനെയാണ് എന്ന് പറഞ്ഞ് പഠിച്ചു വയ്ക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും. അപ്പോൾ ഫിസിക്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഡെറിവേഷനും കാര്യമൊക്കെ എഴുതി തന്നെ പഠിക്കണം. ഒരു 4-5 ഗ്രാവിറ്റേഷൻ എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അതിലൊക്കെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ചോദിക്കാൻ ഒരുപാട് ചാൻസ് ഉള്ള ഡെറിവേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾ അതെന്തായാലും എഴുതി പഠിച്ച് വർക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്കത് തറവാക്കുക. നിങ്ങൾക്ക് എപ്പോൾ ആ ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റണം. അങ്ങനെ ഒരു ടൈപ്പിൽ വേണം നിങ്ങൾ ഡെറിവേഷൻസ് പഠിക്കുക. കെമിസ്ട്രിയിലും ഇതൊക്കെ തന്നെയാണ്. കെമിസ്ട്രിയിൽ കുറേ ലോസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ തെർമോഡൈനാമിക്സ് അങ്ങനെ പോലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ലോസ് ഉണ്ട്. അതൊന്നും തെറ്റിച്ച് കളയരുത്. അതെല്ലാം നിങ്ങളൊരു കഥ പോലെയോ മലയാളത്തിലോ ഒക്കെ പഠിച്ച് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അതിലെ ഡെറിവേഷൻസ് 2-3 ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. +2 അത്യാവശ്യം നല്ല ഡെറിവേഷൻസ് ഉള്ള ഒരു വിഷയമാണ് കെമിസ്ട്രി. സോളജിയിൽ നിങ്ങൾക്കിപ്പോൾ ബയോളജിയിൽ സോളജി അനിമൽ കിങ്ഡം പഠിക്കാൻ കുറേ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും. അപ്പോൾ അനിമൽ കിങ്ഡം പഠിക്കാൻ ഞാൻ നല്ലൊരു വഴി പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്ത വഴിയാണ്. അത് ഒരു വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അത് പഠിക്കാനാണെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാന്തെടുക്കും. എക്സാമ്പിൾ തെറ്റിപ്പോവും, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഫൈലം മാറിപ്പോവും, കിങ്ഡം മാറിപ്പോവും, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആയപ്പോൾ ഞാനത് കുറേ ഷോർട്ട് കട്ട്സ് പോലെ ഒക്കെ ഉണ്ടാക്കിയിട്ട് പഠിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-2 ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളൊരു പേപ്പറിൽ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്യുക. അതായത് ഫൈലം, എക്സാമ്പിൾ, അതിൻ്റെ സിമട്രി, ആ എക്സാമ്പിൾ കൊടുത്തേക്കുന്ന ജീവിയുടെ സിമട്രി, പിന്നെ അതിൻ്റെ ടൈപ്പ്, പിന്നെ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, പിന്നെ അതിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ഇങ്ങനെ ഒരു ടേബിൾ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതുക. ഒരു പേപ്പറിലൊന്നും ഒതുങ്ങി നിൽക്കത്തില്ല ഒരു ചാപ്റ്റർ, ഒരു 2-3 പേപ്പർ വേണ്ടി വരും. അപ്പോൾ നിങ്ങളതൊരു പിൻ ചെയ്ത് വെച്ചിട്ട് അനിമൽ കിങ്ഡത്തിന് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് നിങ്ങളൊരു ടേബിൾ ഉണ്ടാക്കിയതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റർ നോട്ടൊന്നും നോക്കിയിട്ട് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ആ ഒരു പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതൊക്കെ ഇങ്ങനെയാണ് എന്നൊരു ബോധം വരും. എനിക്കങ്ങനെ വരാറുണ്ട് കൂടെ. അപ്പോൾ ആ ഒരു പേപ്പർ ടൈപ്പ് ഒരു സംഭവം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഫയലും എഴുതുക. ഇപ്പോൾ ഫൈലം അനലിടുക, അതിന് നേരെ അതിൻ്റെ എക്സാമ്പിൾ എഴുതുക, അതിന് നേരെ അതിൻ്റെ സിമട്രി ഏത് ടൈപ്പാണെന്ന് എഴുതുക, അതിന് നേരെ ഇങ്ങനെ ഹൈഫൺ ഇട്ട് നമ്മളിങ്ങനെ പാത്ത് വേണൊക്കെ പോകില്ലേ, അതുപോലെ എഴുതി വയ്ക്കുക. അതിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഫൈലം പോറിഫെറ, അപ്പോൾ എക്സാമ്പിളായിട്ട് സ്പോഞ്ചസ്, അതിൻ്റെ സിമട്രി എന്ന് പറയുന്നത് അസിമട്രിയാണ്, അതിൻ്റെ സീറോ ടൈപ്പ് അസീലോമേറ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഓപ്പൺ ആണോ ക്ലോസ്ഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇനി വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരേ ടൈപ്പ് വരുന്ന ഇപ്പോൾ സീലം എക്സാമ്പിൾ പഠിക്കാനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇതിൽ അസീലോമേറ്റ് ഏതാണെന്ന് നിങ്ങളൊന്ന് സെലക്ട് ചെയ്ത് എഴുതാൻ പറയും. അതൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടി വർക്കൗട്ട് ചെയ്യേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ, നിങ്ങൾ 3 ടൈപ്പ് സീലോളെ നമുക്ക് ഉള്ളത്. ഒന്ന് സീലം, അസീലോമേറ്റ്, പിന്നെ സ്യൂഡോസിലോമേറ്റ്. അത് 3 സീലും ഈ പേപ്പർ നമ്മൾ ഇപ്പോൾ ടേബിൾ വരയ്ക്കുന്ന പേപ്പറില്ലേ, അതിൽ തന്നെ സീലോ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് താഴെ എന്ത് ചെയ്യാം, 3 ആയിട്ട് തിരിക്കാം. സീലോമേറ്റ്, അസീലോമേറ്റ്, സ്യൂഡോസിലോമേറ്റ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ കോളം വരച്ചിട്ട് ഈ ഓരോ സീലോ ഉള്ള ആനിമൽസിൻ്റെ അതിപ്പോൾ ജസ്റ്റ് സൈഡിൽ അതിൻ്റെ ഏത് ഫൈലോ ആണെന്നും കൂടെ എഴുതി വെച്ചിരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എക്സാമ്പിൾസും കാര്യങ്ങളും എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ ഓരോ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, സിമട്രി, അതുപോലെ ഹെഡിങ് കൊടുക്കുക, കോളം വരയ്ക്കുക, ഓരോ ജീവികൾ എഴുതുക, അങ്ങനെ ഒരു ടേബിൾ വീതം നിങ്ങൾ ഓരോ ടേബിൾ വീതം ഉണ്ടാക്കി ആ ഒരു ചാപ്റ്ററിന് വേണ്ടി ഒരു 2-3 പേപ്പർ ചിലവാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ലാസ്റ്റ് എക്സാമിന് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. എനിക്കത് ഭയങ്കര യൂസ്ഫുൾ. ഇനി ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് PYQs വർക്ക് ചെയ്യുക. അതായത് +1 +2 നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഭയങ്കര വലിയൊരു സ്ട്രാറ്റജിയാണ് ഈ PYQs എന്ന് പറയുന്നത്. ഈ സാധനം നിങ്ങൾ നല്ല രീതിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു സബ്ജക്റ്റിന് A+ കിട്ടിയിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് PYQs ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് PYQ ക്വസ്റ്റ്യൻസ് ഒപ്പിക്കാൻ പാടാണെങ്കിൽ നിങ്ങൾക്ക് HSS റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനലിൽ കയറിയിട്ട് +1 +2 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ PYQ ക്വസ്റ്റ്യൻസ് ഒരുപാട് കിട്ടും. എല്ലാ വർഷത്തെയും കിട്ടും. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻ എങ്കിലും വീതം ഡെയിലിയോ അല്ലെങ്കിൽ പോട്ടെ ഒരു 3 ക്വസ്റ്റ്യൻ വീതമെങ്കിലും ഡെയിലി വർക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാത്ത കുറേ ടോപ്പിക്സ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ നിന്ന് കിട്ടും. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലാവാത്ത എന്താ, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് ആയിരിക്കും, പക്ഷേ അതിനെപ്പറ്റി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ആ ഒരു ടോപ്പിക് നിങ്ങൾ നേരെ പഠിച്ചു വയ്ക്കുക. ഒരു പക്ഷേ ഇനി ആ ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക. നിങ്ങൾക്ക് അത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്. ഞങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയിലൊക്കെ ലോസ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ലോസ് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും +1 സ്റ്റുഡൻസിന് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോട്ടിൻ്റെ കാര്യത്തിലൊക്കെ സംശയമുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 2-3 സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് HSS റിപ്പോർട്ടർ, പിന്നെ HSS ഗുരു ലൈവ്, ഇതിലൊക്കെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള നോട്ടും കിട്ടും, ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത നോട്ടും കിട്ടും. നിങ്ങൾക്ക് ഏതാണോ നല്ലതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ നോട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് പഠിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇനി സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന നോട്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ നോട്ട് നോക്കി പഠിക്കാം. അപ്പോൾ സെൽഫ് സ്റ്റഡിയാണ് ഏറ്റവും നല്ല ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഏത് ക്ലാസ്സുകാർക്കും അത് സെൽഫ് സ്റ്റഡി നല്ലൊരു സംഭവമാണ്. പ്രത്യേകിച്ച് +1 കുട്ടികൾക്ക് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി, നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. അതാണ് റിവിഷനിലൂടെയൊക്കെ നമുക്ക് പോസിബിൾ ആവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും റിവിഷൻ ചെയ്യുമ്പോൾ ഇത് ഞാൻ പഠിച്ചോ എന്ന് നിങ്ങളിത് പഠിച്ചോ എന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക. അതായത് നമ്മുടെ എപ്പോഴത്തെ പരിപാടി കണക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, ബുക്ക് മറച്ചു വയ്ക്കുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ പറയാൻ ശ്രമിക്കുക. ആൻസർ കുറേ നേരം എടുത്തിട്ടും പറയാൻ പറ്റുന്നില്ല, അതിൻ്റെ ഒരു ഓർമ്മ വരുന്നില്ല എന്നാണെങ്കിൽ അത് ഓർമ്മ വരുന്നത് വരെയും നിങ്ങളത് പഠിക്കേണ്ടി വരും.
ഇനി ഗൈഡൊക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോടാണ് ലേബർ ഇന്ത്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ലേബർ ഇന്ത്യ ആയാലും ഏത് ഗൈഡായാലും നോക്കുന്നതിന് മുൻപേ നിങ്ങൾ ആ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം നോക്കാൻ. കാരണം നിങ്ങളിപ്പോൾ പഠിക്കുന്ന രീതി ഇപ്പോൾ 10-ലൊക്കെ നമ്മൾ പഠിച്ചിരുന്നൊരു വാട്ട് ഈസ് എന്നും പറഞ്ഞൊരു ക്വസ്റ്റ്യൻ +1 +2 വളരെ ചുരുക്കമായിരിക്കും. എല്ലാം ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പക്ഷേ ആ ക്വസ്റ്റ്യൻ ഭയങ്കര ഡിഫറൻറ്റ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ആൻസർ കത്തത്തില്ല. 1 വേഡ് ക്വസ്റ്റ്യൻ കാര്യമല്ല ഞാൻ പറയുന്നത് ഇങ്ങനെ എസ്സേ ടൈപ്പോ അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലൊക്കെ കുറേ സബ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, അതിൽ നമുക്ക് പെട്ടെന്ന് കത്തത്തില്ല. അപ്പോൾ നിങ്ങൾ അതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ആ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചിട്ട് പോവുക, ക്ലാരിറ്റിയോടെ പഠിക്കുക. കാണാപ്പാഠം +1 +2 പഠിക്കാമെന്ന് പറഞ്ഞ് നിൽക്കരുത്. അങ്ങനെ പഠിക്കുന്നെങ്കിൽ 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പഠിച്ച് വയ്ക്കുക, നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവാത്ത അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. പക്ഷേ വലിയ സംഭവം ടോപ്പിക്കൊന്നും നിങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടൊന്നും പോകരുത്. നിങ്ങളത് ക്ലാരിറ്റിയോട് കൂടി പഠിക്കാൻ തന്നെ കഴിവത് ശ്രമിക്കുക. അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് ഭാവിയിലും ഇപ്പോഴും ഒക്കെ യൂസ്ഫുൾ ആകത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ ഫീൽഡും ആണ് താല്പര്യം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ നിങ്ങളുടെ +1 മാർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് നല്ല രീതിക്ക് പഠിക്കാൻ ശ്രമിക്കുക. ശ്രമിക്കാതിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഉഴപ്പ് വരുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കൊക്കെ അങ്ങനെ ആയിരുന്നു. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്നതൊക്കെ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ, ഇങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന ടിപ്സൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ മതി. ഇനി തൊട്ടെങ്കിലും അങ്ങോട്ടൊരു കറക്റ്റ് ടേബിൾ വെച്ച് പഠിച്ചു പോവുക. അതുപോലെ തന്നെ ഒരു സ്റ്റഡി ഏരിയയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ചൊന്ന് എസ്തെറ്റിക് ആയിട്ട് നിങ്ങളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കിയാൽ സ്റ്റഡീസൊക്കെ നിങ്ങളുടെ കൂടെ അങ്ങ് വന്നോളും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിന് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡീസ് ടിപ്സ്, പിന്നെ എൻ്റെ ഡെയിലി വ്ളോഗ്, പിന്നെ അങ്ങനെ അതിൻ്റെ ഷോർട്സ്, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് വരുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, യൂസ്ഫുൾ ആണോ എന്നുള്ള എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയും നേരം വായിട്ടലച്ച് ഇനി അത് എഡിറ്റ് ചെയ്തൊക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പാടിൻ്റെ ഒരു ഹാർട്ടെങ്കിലും തന്നിട്ട് പോകണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ മിനിമം 2 ഫ്രണ്ട്സിനെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരിതൊന്ന് കാണട്ടെ, അവരിത് പഠിക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇവിടം വരെ കണ്ടതിന് നന്ദി. അപ്പോൾ പറഞ്ഞ ആരെയൊന്നും മറക്കാതിരിക്കുക. പഠിക്കാനൊക്കെ പറ്റും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ.